കോൺഗ്രസ് വീണ്ടും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുക. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കോൺഗ്രസ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയായിരുന്നു പൂർണ്ണമായും സംസാരിച്ചത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അനുകൂലമായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൈകാരികമായി നമ്മൾ സ്നേഹിക്കുന്ന ഒരു കളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രിക്കറ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിരിക്കുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യ നേടിയ വിജയത്തെ, പാകിസ്ഥാൻ ഇന്ത്യ പാക് പോരാട്ടത്തെ നമ്മുടെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ഉപമിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലായിരുന്നു ഇന്ത്യ നേടിയ വിജയത്തിൽ. നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെയാണ് ആ സന്തോഷം പ്രകടിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസ് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. ഒരു മൈതാനത്ത് നടന്നിരിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിയെ പോലും ഓപ്പറേഷൻ സിന്ദൂറുമായി ഉപമിച്ചത് ശരിയായില്ല എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിരന്തരം കോൺഗ്രസ് ഇത്തരത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന കാഴ്ച, അതിവൈകാരികമായ ചില കാര്യങ്ങളിൽ പോലും പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെയുള്ള കളിക്കാർ ഈ ലഭിച്ചിരിക്കുന്ന ഏഷ്യ കപ്പിൽ ലഭിച്ചിരിക്കുന്ന തുക പോലും പഹൽഗാം ഭീകരാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. 1 രൂപ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. അവിടെയാണ് കോൺഗ്രസ് തീർത്തും പാകിസ്ഥാൻ അനുകൂല നിലപാട് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ എടുക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? അതായത് കോൺഗ്രസ് എങ്ങനെ വിലയിരുത്താമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാകിസ്ഥാന്റെ കൂടെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ കാര്യങ്ങളും തീരുമാനങ്ങളും നമ്മുടെ ശത്രു രാജ്യത്തിന്റെ കൂടെ. അതിന് ആദ്യം നമ്മൾ പരിശോധിക്കും, ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളും പരിശോധിക്കും. പാകിസ്ഥാൻ അവര് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ പാകിസ്ഥാനിൽ അവർ റീട്വീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങൾ UN പോലും ഇങ്ങനെ അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞു കണ്ടില്ലയോ, ഞങ്ങൾ പറയുന്നതിനകത്ത് ന്യായമില്ലേ, അതാണ് ന്യായം എന്നുള്ള രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇതിനകത്ത് ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം ഇവിടുത്തെ കളിക്കാരുൾപ്പെടെ പാകിസ്ഥാനുമായിട്ട് കളിക്കുമ്പോൾ ഒരു ശത്രു രാജ്യം, അല്ലെങ്കിൽ നമ്മളെ നാളെ കാലത്തെ ഇല്ലായ്മ ചെയ്യുന്ന രാജ്യത്തോടും ഒരു ശത്രുവിനോടും ഉള്ള അതേ വികാരത്തിൽ കളിച്ചാണ് ഓരോ കളിയും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതേ വികാരത്തിലാണ് കളിക്കാരും ഇവിടുത്തെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനതയും ഉള്ളത്. ആ സ്ഥാനത്ത് വീണ്ടും 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 ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷവും കോൺഗ്രസുമാണ് കാണുന്നത്. പവൻ ഖേര കഴിഞ്ഞ ദിവസം വലിയ ന്യായത്തിൽ പറഞ്ഞു, കളിക്കാരോട് അത് വേണ്ട, അത്തരത്തിൽ മോദിയുടെ തീരുമാനം, മോദി പറഞ്ഞത് ശരിയായില്ല, സിന്ദൂർ വീണ്ടും കളിക്കളത്തിൽ ആവർത്തിച്ചു, കളിയും അല്ലെങ്കിൽ സൈനിക നീക്കവും ഒരുപോലെ തുലനം ചെയ്യാമോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇയാൾ ഒരു കാര്യം ആലോചിക്കണം, എന്തിന്റെ കെയർ ഓഫിൽ അദ്ദേഹം അത് പറഞ്ഞത്? ഈ പറഞ്ഞ ദുബായിൽ വെച്ചൊരു കളി നടക്കുന്നു. ദുബായിൽ വെച്ച് കളി നടന്ന ആ കളിക്ക് ഇന്ത്യ ജയിക്കുമ്പോൾ ഇന്ത്യയെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മന്ത്രി ആ സമ്മാനം കൊടുക്കുന്നു. അതായത് നമ്മൾ ജയിച്ചിടത്ത് അവനെ കൊണ്ട് സമ്മാനം നേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആര് ജയിച്ചാലും ഞങ്ങളാണ് ആ സമ്മാനം തരുന്നേ, ഞങ്ങളുടെ എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം വന്നപ്പോൾ നമ്മൾ ആ സമ്മാനം നിരസിക്കുകയും ഈ പറയുന്ന മന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ ഇതിന്റെ ക്രിക്കറ്റിന്റെ കെയർ ഓഫിലാണെങ്കിലും നമ്മുടെ കളിയെ ആക്ഷേപിക്കുന്ന രീതിയിലായെങ്കിൽ ഇന്ത്യ ആക്ഷേപിച്ചുകൊണ്ടിരുന്നതിന് മറുപടി എന്നോണം, അല്ലെങ്കിൽ നമ്മളെ അവിടെ ആക്ഷേപിച്ചതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കളിക്കാരെയും നമ്മുടെ രാജ്യത്തിനെയും ഉയർത്തിപ്പിടിക്കുന്നതിന് ആ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി നിന്നവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു പവൻ ഖേരയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ കളിയുടെയും അല്ലെങ്കിൽ യുദ്ധത്തിന്റെയും ഒന്നും തുലനമല്ല. അവിടെ ഇന്ത്യൻ കളിക്കാർ ജയിച്ചണക്കെ ആ ട്രോഫി തരുന്നത് പാകിസ്ഥാന്റെ, ദുബായ് ഭരണാധികാരി അല്ലെങ്കിൽ മറ്റു പലരും ഒക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ദുബായിയും പാകിസ്ഥാനും കൂടി ഒത്തുകളിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മാനം ഇന്ത്യയെ ആക്ഷേപിക്കുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ത്യൻ ക്രിക്കറ്റിനെയും കളിക്കാരെയും ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരു മന്ത്രിയെ കൊണ്ട് തന്നെ തരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കളിക്കാർ പറഞ്ഞത്, നിങ്ങൾക്ക് കളി ജയിച്ചു, ഞങ്ങൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് അത് വേണ്ട എന്ന് പറഞ്ഞ ആ ആർജവത്തിന്റെ അല്ലെങ്കിൽ ആ തീരുമാനത്തിന്റെ കൂടെ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പൊ അത് ശരിയല്ല. പ്രധാനമന്ത്രി അതിനകത്ത് വേറെ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു മര്യാദകരുണ്ട്, അത് തന്നെ പാകിസ്ഥാനെ വീണ്ടും അയാൾ സപ്പോർട്ട് ചെയ്തിരിക്കുക. അതായത് കളിയുടെ ഏത് കളിയുടെയും ക്രൂഷ്യൽ സ്റ്റേജിൽ ജയിക്കുന്നതിന് വേണ്ടി കളിക്കുമ്പോൾ തേർഡ് അമ്പയർ പറഞ്ഞാൽ പോലും കളി ക്യാപ്റ്റൻ നിർത്താറില്ല. പക്ഷെ നരേന്ദ്രമോദി യുദ്ധം നിർത്തി. മനസ്സിലാവുന്നുണ്ടോ? നരേന്ദ്രമോദി യുദ്ധം നിർത്തിയില്ലെന്നും ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ചതാണെന്നും പാകിസ്ഥാന് 10 കൊല്ലം 15 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ക്ഷതം മറികടക്കാനും അല്ലെങ്കിൽ പണിഞ്ഞു തീർക്കാനും പറ്റാത്ത വ്യോമത്താവളങ്ങളും വിമാനത്താവളങ്ങളും ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്
ഈ പറയുന്ന പവൻ ഖേര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വക്താവ് വീണ്ടും ഇന്നലെ UN-ൽ പാക് പ്രധാനമന്ത്രി സംസാരിച്ച അതേ ഭാഷയിൽ വീണ്ടും ഒരവസരം കിട്ടിയപ്പോൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നു. ഇവരെന്തിനാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു പറച്ചിലാണ്. അതായത് ഞങ്ങൾ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ താല്പര്യത്തിന് അല്ല നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇപ്പം ഇന്ത്യയുടെ പൊതുവെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ രാജ്യസ്നേഹികളാണ്. ഇന്ത്യയുടെ കൂടെ നിൽക്കാത്ത ആൾക്കാരെ പരിഗണിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. അത് ഓരോ ദിവസവും കൂടിക്കൂടി വരും. ആ സമയത്ത് അത് മനസ്സിലാക്കാത്തവരല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പൊ കോൺഗ്രസിന്റെ വക്താവായിട്ട് നിൽക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കും, ലോകത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുള്ള ഒരു വിഷയമാകുമ്പോൾ കൂടുതൽ വലിപ്പത്തിൽ ആ വാർത്ത ദേശീയ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും. അത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് കിട്ടുന്ന സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങളും ഉണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. പണ്ടും പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇവർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനകത്തെ ഭീകരവാദികളെയും അല്ലെങ്കിൽ ക്രിമിനൽസിനെയും അല്ലെങ്കിൽ മറ്റു പലരെയും അല്ലെങ്കിൽ കാശ്മീർ വിഘടനവാദികളെയും ഒക്കെ അടിച്ചമർത്താവുന്ന കാലത്തിലും അങ്ങനെയൊന്നും നടക്കത്തില്ല. അവര് വിചാരിച്ചാൽ പലതും നടക്കുമെന്നുള്ള രീതിയിൽ അവരുടെ അജണ്ട ഗവൺമെന്റ് തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിരുത്തി നടത്തിക്കൊണ്ട് പോരുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ. അതിനുശേഷം യുവമാരൊന്നുമല്ലെന്നും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ലെന്നും ഒക്കെ ഈ പുതിയ ഗവൺമെന്റുകൾ വന്നപ്പോൾ മനസ്സിലായല്ലോ. അപ്പൊ അതായത് കോൺഗ്രസിന്റെ അജണ്ട ഇന്ത്യ വിരുദ്ധതയാണ്, ഇന്ത്യയെ തീർക്കലാണ്, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കലാണ്, അവരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കലാണ്. അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സിന്ദൂറിന് ശേഷവും ഈ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് വീണ്ടും ഏറ്റവും ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിജയിച്ചതിന് ശേഷം ഇന്ത്യയെ ആക്ഷേപിക്കത്തക്ക ഒരു അവസരം പാകിസ്ഥാനും ദുബായ് ഗവൺമെന്റും കൊണ്ടുവന്നപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗം നിൽക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ശ്രമിച്ചപ്പോൾ വളഞ്ഞ വഴിയിൽ യുദ്ധം ജയിച്ചതല്ല യുദ്ധം നിർത്തിയതാണെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിക്കറ്റിന്റെ രൂപത്തിലും ഒക്കെ ഈ പറയുന്ന ഇന്ത്യയെ വീണ്ടും ആക്ഷേപിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നു. ഈ കാര്യത്തിനകത്ത് പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകവും അതിനകത്ത് കളിക്കാരും നിൽക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ വേതനം, ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് അല്ലേ അദ്ദേഹമാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ക്രിക്കറ്റ് കളി പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ വേതനം, എനിക്ക് കിട്ടിയ 1 കോടി രൂപ എന്റെ അല്ലെങ്കിൽ സിന്ദൂരിൽ ജീവൻ പൊലിഞ്ഞ ആ വീടിനും അല്ലെങ്കിൽ അവർക്കും ആ രക്തസാക്ഷി കുടുംബത്തിനും വേണ്ടി പൂർണ്ണമായും മാറ്റിവെക്കുന്നു. അതായത് സിന്ധൂർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ സിന്ധു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചതിന് മറുപടി എന്നോളമാണ് ഈ പേര് പോലും ഇട്ട് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത്. അതായത് അത്രയ്ക്ക് വലിയ വലിപ്പത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് വില കൊടുത്ത് ആ പേര് പോലും ഇട്ട് ഒരു ഓപ്പറേഷൻ നടത്തി തിരിച്ചടി നടത്തി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും സിന്ദൂരം മായ്ക്കുന്ന പണിയുമായി കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പാക് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങുന്നത്, കിരീടം വാങ്ങുന്നത് നിരസിച്ചത്. അത് മാത്രമല്ല പലതവണ അവർ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ ക്യാപ്റ്റന് മുഖം കൊടുക്കാൻ പോലും ഇന്ത്യൻ കളിക്കാരോ ഇന്ത്യൻ ക്യാപ്റ്റനോ പോലും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെ അല്ലാതെ മറ്റെന്തിനെയാണ് ഉപമിക്കേണ്ടത്? അതുപോലും മനസ്സിലാവാതെ ഏത് വിധേനയും കേന്ദ്ര സർക്കാരിനെയും BJP-യെയും എതിർക്കുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിനുവേണ്ടി കൂടിയാണ് അവർ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.